എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്റ്റീസ് കിച്ചൻ വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റിഫ്രഷ്മെൻറ്റ് ഡ്രിങ്കാണ്, പൈനാപ്പിൾ സ്മൂത്തിയാണ് ഉണ്ടാക്കുന്നത്. ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്നുണ്ടാക്കുന്നത് പൈനാപ്പിൾ സ്മൂത്തിയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻ്റ് ഒന്നും വേണ്ടാത്ത വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്മൂത്തിയാണ്. നമുക്ക് വേണ്ടത് പൈനാപ്പിൾ, കട്ടിയാക്കിയ പാല്, പഞ്ചസാര, പിന്നെ ഫ്ലേവറിന് വേണമെങ്കിൽ നമുക്ക് പൈനാപ്പിൾ സിറപ്പ് ഒഴിക്കാം. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യമായിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ബ്ലെൻഡർ എടുക്കുക. അതിലേക്ക് നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് പഞ്ചസാര നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാരയും പൈനാപ്പിളും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. നമ്മൾ പഞ്ചസാരയും പൈനാപ്പിളും കൂടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിൽ ഒരു 3 സ്പൂൺ തൈരോ അല്ലെങ്കിൽ 3 സ്പൂൺ യോഗോട്ടോ ഉപയോഗിക്കാം. ഇത് രണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് കട്ടിയാക്കിയ പാലിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ സ്മൂത്തി എല്ലാം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇത് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒരു ഫ്ലേവറിന് വേണ്ടി ഒഴിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്കത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല സൂപ്പർ സ്മൂത്തിയാണ് പൈനാപ്പിൾ സ്മൂത്തി. നമ്മുടെ കൊറോണ കാലത്ത് നമുക്കിത് വളരെ നല്ലതാണ്. നമുക്കിതിൻ്റെ പുറത്തോട്ട് ഓരോ പൈനാപ്പിൾ പീസസ് ഇട്ട് കൊടുക്കാം. നല്ല തണുപ്പോട് കൂടി തന്നെ എല്ലാവരും ഉപയോഗിക്കുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൈനാപ്പിൾ സ്മൂത്തിയാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വളരെ വിലപ്പെട്ടതാണ്. അതൊന്ന് താഴെ ഒന്ന് എഴുതി അറിയിക്കുക. ബന്ധുക്കൾക്കും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ സൂപ്പർ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. നന്ദി.